വോയിസ് ഓഫ് ഫിറ്റ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇന്നത്തെ കുഞ്ഞുമക്കളുടെ പാട്ടുകൾ കേൾക്കാനും പെർഫോമൻസസ് കാണാനും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അധികം വൈകാതെ അവരുടെ പെർഫോമൻസസിലേക്ക് കടക്കുന്നതാണ്. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. യാഗവേദിയിൽ സ്നേഹനാളുമായി തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ സുവിശേഷ ഗീതികൾ പാടാൻ എന്നിങ്ങനെ നിരവധി നല്ല നല്ല ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ച ഫാദർ ആന്റണി ഉർലിയാനിക്കൽ CMI. സംഗീത സംവിധായകൻ എന്ന നിലയിലും പിന്നണി ഗായകൻ എന്ന നിലയിലും ഒരുപോലെ നമ്മൾക്ക് ഏവർക്കും സുപരിചിതനായ അൽഫോൺസ് ജോസഫ്. ക്രിസ്തീയ ഭക്തിഗാന രംഗത്തും സിനിമാ പിന്നണി ഗാന രംഗത്തും ഒരുപോലെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സിസിലി എബ്രഹാം. ഇനി നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. വളരെ പ്രഗത്ഭരായ ഓർക്കസ്ട്ര ആർട്ടിസ്റ്റ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവരെയും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഏവരും കാത്തിരുന്ന ഇന്നത്തെ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. വോയിസ് ഓഫ് ഫിറ്റ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിനായി ലെറ്റ് മീ വെൽക്കം സേബ ടോമി. സേബ, ലുക്കിംഗ് പ്രെറ്റി ആസ് ഓൾവേസ്. നല്ലൊരു ഡ്രസ്സിംഗ് സെൻസ് ഉള്ള കുട്ടിയാണ് സേബ. ഇനി ഏത് റൗണ്ടിലാ പാടുന്നത്? മെലഡിയാണ്. ഏത് പാട്ട്? ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോൾ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? കഴിഞ്ഞ റൗണ്ടിലുള്ള കറക്ഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പോ സേബ പ്രാക്ടീസ് ചെയ്ത പോലെ കറക്ഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഇന്ന് ഈ വേദിയിൽ പാടാൻ സാധിക്കട്ടെ. എല്ലാ ദൈവ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സേബ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സേബ, എന്തോ നല്ല പാട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. സേബയ്ക്ക് ഇഷ്ടപ്പെട്ടോ സേബയുടെ പാട്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു. എന്നും ഇതേ ആൻസർ ആട്ടോ, ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊന്ന് മാറ്റി പറയണം. ഓക്കെ, കുഴപ്പമില്ല, അധികം കുഴക്കുന്നില്ല. നമുക്ക് ആദ്യമേ തന്നെ ജഡ്ജ്മെന്റ് ചോദിക്കാം. ഉരുളിയണിക്കലച്ച, നല്ലൊരു പാട്ടായിരുന്നു മോളുടെ അടുത്ത്. മെലഡിക്ക് മോൾക്ക് പറ്റുന്ന മോളുടെ റേഞ്ചിലൊക്കെ ഉള്ള നല്ലൊരു പാട്ട്. ഇതിന്റെ മെസ്സേജ് ആയിരുന്നു പോലെ. ഈ പാട്ടിന്റെ മെസ്സേജ് എന്താണ്? സഫറിങ്സ് എല്ലാം കൂടി ഈശോ താങ്ങും, നമ്മളെ സഹായിക്കും. ഏത് സഫറിങ് ഉണ്ടായാലും എത്ര തകർന്നു പോയാലും എന്റെ കുഞ്ഞെ ഞാനില്ലയോ നിന്റെ കൂടെ. വളരെ ആശ്വാസം തരുന്ന ഒത്തിരി പേര് കേൾക്കുന്ന കേട്ടോ. ഈ ആശുപത്രികളിലൊക്കെ ഈ പാട്ടിട്ട് വളരെയധികം ആശ്വാസം തരുന്നവരുണ്ട്. മോള് പാട്ടിന്റെ ഇൻവോൾവ് ചെയ്യും നന്നായിട്ട്. പ്രത്യേകിച്ച് മോളുടെ ഉച്ചസ്ഥായി മൂവ്മെന്റ് വളരെ നല്ലതാണ്. ഹയർ നോട്ട്സ് നല്ല ക്ലാരിറ്റി ഉണ്ട്. ആ ബ്യൂട്ടി താഴെയില്ല, ലോവർ റേഞ്ചിൽ ആ ബ്യൂട്ടി. അതൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അനാവശ്യം അവിടെ ഇവിടെ എല്ലാം കൂടുതൽ തിങ്സ് ഇടുന്ന പോലെ ഇടുന്നുണ്ട്. പിന്നെ വാക്കുകൾ നിന്റെ ദൈവം ഇടറല്ലേ, രോഗിയായി ആശ്വാസമേകുവാൻ, വാക്കുകൾ കറക്റ്റായിട്ട് വെക്കണം. ഉള്ളതൊന്ന് പഠിക്കാമുള്ളൂ പല്ലവിയുടെ. ഉള്ളം നൊന്തുനി തേങ്ങുമ്പോൾ, അങ്ങനെ എടുപ്പുണ്ടല്ലോ, നൊന്തുനി. ഉള്ളം നൊന്തുനി തേങ്ങുമ്പോൾ. വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ ലയിച്ച് പാടണം കേട്ടോ. കുറച്ചുകൂടെ ഈ ട്യൂണിങ്ങിന്റെ കുറച്ചുകൂടെ അവിടെ ഇവിടെ എല്ലാം ശ്രദ്ധിക്കാനുണ്ട് തോന്നി. മോളൊരു ഒരു വ്യക്തതയുള്ള ഒരു ഐഡന്റിറ്റിയാണ് മോളുടെ സിംഗിങ്. സ്വരഘടന, വോക്കൽ ഐഡന്റിറ്റി എന്ന് പറയാറുണ്ട്. അത് പ്രത്യേകതയുണ്ട് മോളുടെ സിംഗിങ്ങിന്. അത് ചിലപ്പോ വളരെ നന്നാവും, ചിലപ്പോ അത് മാറിപ്പോകുന്നു. ഇങ്ങനെ ട്രെയിനിങ്ങിലൂടെ മോൾക്ക് അത് കിട്ടും. ഉച്ചാരണം വളരെ ശ്രദ്ധിക്കണം. ലോവർ റേഞ്ചിൽ കൂടുതൽ ശ്രദ്ധിക്കണം. താങ്ക് യു അച്ഛ. അൽഫോൺസ് ചേട്ടാ, സേബ, എന്തോ സേബയുടെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിംഗിങ് ആയിരുന്നു ഇപ്പൊ കണ്ടത്, പെർഫോമൻസ് ആയിരുന്നു. നേരത്തെ ഞാൻ ഇവാലുവേറ്റ് ചെയ്ത സോങ്ങിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സോങ് സെലക്ഷൻ വളരെ നന്നായിരിക്കുന്നു. താങ്ക് യു. പിന്നെ നല്ല വോയിസ് ഉണ്ട് സേബയ്ക്ക്. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഹൈലോട്ട് പോകുന്ന ഭാഗം വളരെ ബാങ് ഓൺ പിച്ചായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ആ ഭാഗം വന്ന എല്ലാ ഏരിയയിലും വളരെ നന്നായിട്ട് ആ ഭാഗം വന്നു. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുക, ആ ഒരു കൃത്യത ഒരു മിഡിൽ റേഞ്ചിലുള്ള ഭാഗങ്ങളിൽ അങ്ങോട്ട് കിട്ടിയില്ല. അത് ഒരു പക്ഷേ, ഞാൻ അങ്ങനെയാണെന്ന് പറയില്ല, ഒരു പക്ഷേ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ അവിടെ ശരിയായിരുന്നേനെ. പാടുമ്പോഴത്തേക്കും ഒരു ഫ്രീ ആയിട്ടുള്ളൊരു പാടാനുള്ളൊരു നേച്ചറുണ്ട് സേബയ്ക്ക്. ഫ്രീ ആയിട്ട് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ വലിയ ഒരു ടെൻഷനോ അത് പിടിക്കാതെ ഫ്രീ ആയിട്ടോ, അത് നല്ലൊരു ക്വാളിറ്റിയാ. പക്ഷെ ചില സമയങ്ങളിൽ നമ്മള് ഒരു ചെറിയൊരു ടെൻഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, എന്നാലേ ഉള്ളൂ ഇവിടെ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ അത് വരും നല്ല രീതിയിലൊക്കെ പാടി പോകുമ്പോഴത്തേക്കും ചിലപ്പോ കൃത്യമായിട്ട് വരണമെന്നില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് തെറ്റ് പറ്റുന്നത് ഹൈലോട് പോവുക. പക്ഷെ അവിടെ വളരെ കാര്യം അവിടെ ശരിക്കും ശ്രദ്ധിച്ച പാടിയെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഒരു വേള പോലും എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അതുപോലെ തന്നെ അതിന്റെ സെയിം തന്നെ അടുത്ത ഭാഗങ്ങളിൽ പാടിയ സമയത്ത് കുറച്ച് ഒന്ന് ശ്രുതി ഒന്ന് ശരി ഫ്ലാറ്റ് പോലെ വന്നു. ആ ഭാഗം മാത്രം ഒന്ന് പാടാവോ, ഒരു വേള പോലും. ഒരിക്കലും മറക്കില്ല ഞാൻ ഒരു വേള പോലും, ഒരു വേള പോലും, ഒരു വേള പോലും. അവിടെയും ആ ഒരു ഒത്തിരി വിപ്രാറ്റം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു വേള ആ ഒരു ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു വേള പോലും, ഒരു വേള പോലും. ഇതെല്ലാം നമ്മള് എന്താ പറയാ, കറിക്കകത്ത് ഉപ്പും മുളകൊക്കെ ഇടില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണം. കൂടി പോയി കഴിഞ്ഞാല് മൊത്തത്തില് അതിനൊരു രസം ഇല്ലാതെയായി പോകും. കുറഞ്ഞു പോയാലോ അപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞ പോലെയാണ് വിബ്രാറ്റോ ആണെങ്കിലും ഡൈനാമിക്സ് ആണെങ്കിലും എല്ലാം.
അപ്പൊ അതൊന്ന് നോക്കി ചെയ്യാൻ പറ്റും. വളരെയധികം കഴിവുള്ള കുട്ടിയാണ്, ഞാനിപ്പോ മനസ്സിലാക്കിയെടുത്തോളം. പക്ഷെ ഒരു ചെറിയൊരു കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ, ഒന്ന് ഇനിഷ്യേറ്റീവ് എടുക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു അൽഫോൺസേട്ടാ. സിസിലി, സേബ, സുജാത ചേച്ചി പാടിയ ഫീച്ചറിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. എന്റെ മനസ്സിൽ ഈ പാട്ട് വരുമ്പോഴേ എനിക്ക് സുജാത ചേച്ചിയുടെ ആ ശബ്ദവും സുജാത ചേച്ചി കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷനും ഒക്കെയാണ് മനസ്സിൽ വരിക. പക്ഷെ മോളുടെ ശബ്ദത്തിൽ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മോളുടെ ശബ്ദത്തിൽ ഈ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഇതിനകത്ത് എനിക്ക് തോന്നിയത് പല്ലവിയില് ുള്ളിലെ നൊമ്പര പാടു അങ്ങനെ എടുക്കുന്ന പോലെ തോന്നി. ഇങ്ങനെ അവിടെ ഒരു ബ്രേക്ക് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുപോലെ കോറസ് അല്ലേ, ഹിന്ദി കുഞ്ഞേ പൊന്നോമലേ, അതെല്ലായിടത്തും കറക്റ്റ് ആയിട്ട് പൊന്നോമലെ വീണില്ല കേട്ടോ. പിന്നെ അനുപല്ലവി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമോ? ആരൊക്കെ നിന്നെ മറന്നാലും. ഓക്കെ, അത് ആ പോർഷനാണ്. ആരൊക്കെ നിന്നെ അത് സുജാത ചേച്ചി പാടുന്നതൊക്കെ നല്ല രസാണ്. ആരൊക്കെ നിന്നെ മറന്നാലും, പിന്നെ ആരെല്ലാം നിന്നെ വെറുത്താലും. പിന്നെ അതുപോലെ തന്നെ ഒരു വേള പോലും ആ പോർഷൻ ഞാൻ രണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ചരണത്തിൽ വന്നപ്പം രോഗിയായി നീ തേങ്ങി കരയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വന്നില്ല. ആ പോർഷൻ മോള് ആരൊക്കെ പാടിയതിന്റെ അത്രയും പോലും വന്നില്ല. രോഗിയായി അതൊന്ന് പാടാമോ? രോഗിയായി നീ തേങ്ങി കരയുമ്പോൾ പാപിയായി നീ ഏറെ തകരുമ്പോൾ ആശ്വാസമേകുവാൻ പണങ്ങിടാം ഞാൻ, ആത്മീയ ജീവൻ പകർന്നിടാം ഞാൻ. ആത്മീയ ജീവൻ ആദ്യം പാടിയപ്പോ ശരിയായില്ലായിരുന്നു. പിന്നെ സസ്റ്റെയിൻ ചെയ്യുന്ന മോളെ പെട്ടെന്ന് മൈക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പാടി നിർത്തുന്നതിന് മുമ്പ് തന്നെ മാറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ, ആ പാടി അങ്ങ് നിർത്തുക എന്നുള്ളതില്ലേ, അത് കിട്ടിയില്ല. പല സ്ഥലത്തും മോള് പാടുമ്പോ പെട്ടെന്ന് മൈക്ക് എടുക്കുന്നുണ്ട്. ബ്രെത്ത് കിട്ടാഞ്ഞിട്ടാണോ എന്താണോ എന്റെ ഒരു അത് കുറച്ചും കൂടി ഒന്ന് മൈക്ക് പിടിച്ച് സസ്റ്റെയിൻ ചെയ്ത് നിർത്തി പാടുക കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് പല്ലവികളെല്ലാം നല്ല രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റിലെ പല്ലവിയും ലാസ്റ്റിലെ പല്ലവിയും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫീല് നന്നായിട്ട് മോള് കൊണ്ടുവന്നു ഈ പാട്ടിന്റെ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ടൈം ബെറ്റർ ആയിട്ട് വരിക കേട്ടോ. ഗെറ്റ് വെൽ സൂൺ. ആൻഡ് ഇനി നല്ല 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 ഇതുപോലത്തെ പാട്ടുകൾ നല്ല സീരിയസ് ആയിട്ട് പഠിച്ച് പാടിക്കൊണ്ട് വരിക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. ജേബ, കറക്ഷൻസ് എല്ലാം കിട്ടിയില്ലേ? ജഡ്ജ്മെന്റ് നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് ഈ പാട്ടിന് എന്തെല്ലാം ശ്രദ്ധിക്കണമായിരുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമായിരുന്നു, എല്ലാം നമുക്ക് നമ്മുടെ ജഡ്ജസ് പറഞ്ഞു തന്നു. ഇനി മാർക്സ് നമുക്ക് ചോദിക്കാം. ഉരുളിയാനിക്കൽ അച്ഛാ, $7.5 out of 10. അൽഫോൺസേട്ടാ? $7.5 again. Sicily? $8 out of 10, and the total score is 23 out of 30. നല്ല സ്കോറാണ്. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു? 22. ഇപ്പൊ ഈ റൗണ്ടിൽ 23. ഇനി അടുത്ത റൗണ്ടില് 24. യെസ്, അങ്ങനെ തന്നെ ആവട്ടെ. നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായും ഓരോ പടി മുന്നോട്ട് പോകണം. കാരണം ടാലന്റ് ഉള്ള കുട്ടിയാണ്. ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ദൈവം ഒരുപാട് കഴിവ് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. കറക്ഷൻസ് ജഡ്ജസ് പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് റൗണ്ടില് ഇതിൽ നല്ല പെർഫോമൻസിന് ഇതിൽ നല്ല മാർക്സ്. ഓഫ് കോഴ്സ് ഇന്നത്തെ പെർഫോമൻസിന് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ പെർഫോമൻസസ്. താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിൽ അടുത്തതായി എത്തുന്നു സമേര ഡേവിസ്.
സമീരക്കുട്ടി നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ്, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഏത് റൗണ്ടിലാ പാടുന്നത്? മരിയൻ റൗണ്ടില്. മരിയൻ സോങ് ആണല്ലേ? ഏത് പാട്ടാണ്? സുഗന്ധവാഹിനി അമ്മേ. ഓ, നല്ല പാട്ടാണ്, നല്ല ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? ചെയ്തിട്ടുണ്ട്. പിന്നെ മരിയൻ സോങ് ആണ് പ്രത്യേകിച്ച്. സോ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങി പാടാൻ റെഡിയല്ലേ? ഓക്കെ സമീര, ഓൾ ദി ബെസ്റ്റ്, നന്നായി പാടുക. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സമീര, എന്തോ നല്ല പാട്ടായിരുന്നു. നല്ല നമുക്കെല്ലാവർക്കും ഇങ്ങനെ കൈയടിച്ച് സ്തുതിക്കാൻ പറ്റിയൊരു പാട്ടായിരുന്നു. സമീര അത് നല്ല എൻജോയ് ചെയ്ത് പാടുകയും ചെയ്തു. കാണാൻ നല്ലൊരു വിഷ്വലി നല്ല രസമായിരുന്നു കാണാൻ. നമുക്കെന്നാലും നമ്മൾ തമ്മിലൊരു ഇവാലുവേഷൻ നടത്തണ്ട, നമുക്ക് ജഡ്ജസിനോട് തന്നെ ഇവാലുവേഷൻ ചോദിക്കാം.
അൽഫോൺസേട്ടാ, സമേരയുടെ മരിയൻ സോങ്ങിനെ കുറിച്ച്. സമേര, എന്തോ എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല എനർജി ഉള്ളൊരു പാട്ടാണ് അല്ലേ? പാട്ട് പാടിയപ്പോഴാ അതിന്റെ ഒരു മൂഡ് മനസ്സിൽ തോന്നി. എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ പാട്ടിനകത്ത് സിമ്പിൾ ട്യൂണാണ് അല്ലേ? സിമ്പിൾ ട്യൂണാ. ശ്രുതി ഒന്ന് ശ്രദ്ധിക്കണം. ശ്രുതിയുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നി. പ്രത്യേകിച്ച് സുതനെ വാഴ്ത്തുന്നു എന്ന് പറയുന്ന ആ നോട്ട് കേറി പോവാ എപ്പോഴും പാടുന്ന സമയങ്ങളില്. കാരണം ഇതൊരു ലാൻഡിങ് നോട്ട്, എൻഡ് ചെയ്യുന്ന നോട്ടല്ലേ. എൻഡ് ചെയ്യുമ്പോ നമുക്ക് ആ ഒരു സ്ട്രെസ്സിൽ പാടുന്നോണ്ടായിരിക്കാം കേറി പോകുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ. അതുപോലെ ഉദരഫലം തന്നെ ആ ഭാഗം ഒന്ന് പാടാവോ? ഓക്കെ, ഇപ്പൊ പാടിയപ്പോ കറക്റ്റ് ആയിരുന്നു. അന്നേരം നമ്മൾ ആ സ്പീഡിൽ പാടുമ്പോ കുറച്ച് ശ്രുതിയുടെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സിമ്പിൾ പാട്ടല്ലേ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഒരു ചെറിയ കാര്യം, അതായത് പാട്ടായിട്ട് ബന്ധമൊന്നുമില്ല, എന്നാലും നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴുള്ള നമ്മുടെ ചില മാനറിസങ്ങൾ, നമ്മൾ അറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ വരും. എനിക്ക് കുറെ ഉണ്ടായിരുന്നു, അത് പിന്നെ കുറേശ്ശായിട്ട് മാറ്റിയെടുക്കാം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം, സ്ക്രീനിൽ വരുമ്പോ മോള് BGM ഒക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മള് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പം അന്നേരം അറിയാതെ ചുണ്ടിങ്ങനെ ഇങ്ങനെ തുറന്ന് അടയ്ക്കുന്നൊരു ഇത്, അത് വേറെ ഒരു പ്രശ്നമില്ല. നമ്മൾ തനിയെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാര്യം വെച്ചാൽ ഒത്തിരി പേര് കാണുന്നല്ലേ. അപ്പോ വളരെ നമ്മളുടെ ഓരോ ആക്ഷനും ഓരോ നോട്ടവും ഓരോ മൂവ്മെന്റ്സും വളരെയധികം ഒരു എലഗൻസി കൊടുക്കുന്ന ഒരു ഫീൽ ആക്കണം. അതുകൊണ്ട് മാത്രം അവളോട് ഞാൻ പറഞ്ഞതാ കേട്ടോ. ശ്രദ്ധിച്ചാൽ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിൾ സോങ് ആയതുകൊണ്ട് എനിക്ക് വലിയ കറക്ഷൻസ് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ശ്രുതിയുടെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് പറ്റുന്നതാണല്ലോ, മോള് നേരത്തെ പല പാട്ടുകളും പാടിയിട്ട് നന്നായിട്ട് പാടി കേൾപ്പിച്ചിട്ടുള്ളതാ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൺസേട്ടാ. ഉരുളിയാനിക്കലച്ച, മോള് ഈ പാട്ട് നന്നായി, നല്ല സിമ്പിൾ പാട്ടാണ്. എല്ലാം നമ്മൾ കൺവെൻഷനൊക്കെ പാടുന്ന മരിയൻ കൺവെൻഷനൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പാടുന്ന ഒരു പാട്ടാണ്. നല്ല സ്റ്റാർട്ടിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷെ മോള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പാടുന്ന പോലെ സുഗന്ധവാഹിനി അമ്മേ അത്ര ആവശ്യമില്ല. പിന്നെ ഞാൻ പാടിക്കാൻ ഉദ്ദേശിച്ച സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ അതൊന്ന് പഠിക്കുമ്പോൾ പല്ലവി നിറഞ്ഞിടാന്ന് പറഞ്ഞു കേട്ടോ. എന്റെ വരുമ്പോ എന്തിനാ കൈയൊക്കെ ഇങ്ങനെ ഒത്തിരി എടുക്കുന്നത്? കയ്യിലൊന്നും ഇരിപ്പില്ലല്ലോ നമ്മുടെ കയ്യിൽ. നമ്മുടെ കൈകളെല്ലാം നമ്മുടെ കൈ അത്യാവശ്യം ഉപയോഗിച്ചാൽ മതി. ചിലപ്പോ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു കാര്യം അതിനടുത്ത് ഇങ്ങനെ നമ്മൾ ഈ താളം കിട്ടുന്ന പോലെ അത് ശ്രദ്ധിക്കണം. മറ്റേത് എനിക്ക് പറയാനില്ല. ഒരു ചെറിയൊരു പാട്ട്, അത് മോള് നന്നായി പാടിയെന്ന് എല്ലാവർക്കും തോന്നി. ഓക്കെ മോളെ, താങ്ക് യു അച്ഛാ. സിസിലി, സമീര, എന്തോ ഈ പാട്ടില് എനിക്ക് തോന്നിയ മോളെ എന്താ പറയാ, ഈ പാട്ട് തന്നെ ഒരു ഭയങ്കര ഓട്ടമുള്ള ഒരു പാട്ടാണ്. എന്റെ അടുത്ത് മോളോട് പല പ്രാവശ്യം ഓടരുത് എന്ന് പറയാൻ തോന്നി. കാരണം വെച്ചാൽ മോള് ഇച്ചിരി ഓടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു പല സ്ഥലത്തും. എസ്പെഷ്യലി സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ ഇപ്പൊ അച്ഛൻ പാടിപ്പിച്ചപ്പോ നന്നായിട്ട് പാടി. പക്ഷെ അത് ടെമ്പോയിൽ വന്നപ്പം സുഹൃതങ്ങൾ എല്ലാം ഇങ്ങനെ സുധനി പെട്ടെന്ന് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു തീർത്തിട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് സമയമുണ്ട്. ഇത്രയും ഫാസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് ആ വാക്കുകൾ നല്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു നിർത്താനുള്ള സമയമുണ്ട്. അപ്പൊ ഇച്ചിരിയും കൂടി ഒന്ന് റിലാക്സ് ചെയ്ത് പാടായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഈ പാട്ടിന് മൊത്തത്തിലൊരു ഓട്ടം ഉണ്ടായിരുന്നു. ആത്മാവിൽ അവിടെ ഒരു ബ്രത്തിന്റെ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതെന്തായിരുന്നു ആ പോർഷൻ? അനുബന്ധം ഇപ്പൊ നന്നായിട്ട് പാടി. ആ സമയത്ത് എന്തൊരു ബ്രത്തിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നോണം ഞാൻ അതിനെ എഴുതിയിട്ടുണ്ട്, ലിറിക്സ് മാറിപ്പോയത് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മോൾക്ക് ആദ്യം മുതലുള്ള ഈ റൗണ്ടുകളിലൊക്കെ പാടിയപ്പോ നമ്മളൊരു കറക്ഷൻ പറഞ്ഞു തന്നത് സോങ് സെലക്ഷൻ ആയിരുന്നു അല്ലെ. മോള് ഒന്നെങ്കിൽ ഒത്തിരി സങ്കടമുള്ള പാട്ടുകൾ എടുക്കുന്നു. മോളുടെ ഒരു കാലിബർ കാണിക്കുന്ന ഈ പാട്ടാണെങ്കിലും പാടാം. പക്ഷെ ഞാൻ പറഞ്ഞ ഇത്രയും കൂടെ മോളുടെ നല്ല ശബ്ദമാണ്. മോളുടെ ശബ്ദം ഒരു നേസൽ ടോണും അധികം ഇല്ലാത്ത നല്ല തുറന്ന ഒരു ശബ്ദമാണ്. അപ്പൊ ആ ശബ്ദത്തിനും മോളുടെ കാലിബറിനും പറ്റുന്ന ഒരു നല്ലൊരു സോങ്
ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സോങ്ങും പാട്ടും കേൾക്കാൻ പറ്റിയിട്ടില്ല ഈ 5 റൗണ്ടായിട്ടും. അപ്പോ അതിന്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. മോള് എനിക്ക് ഒന്ന് സെലക്ഷൻ ഓഫ് സോങ് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മോള് ഇത് ആരോടാ ചോദിക്കുക, സാറിനോടോ ആരാ പഠിപ്പിക്കുന്ന അവരോടോ അല്ലെങ്കിൽ പേരന്റ്സിനോടോ? മോളൊന്ന് 2-3 ഓപ്ഷൻ ഇടുക. ഒരു റൗണ്ടിന് ഞാൻ 2-3 പാട്ടുകൾ സെലക്ട് ചെയ്യുക. ഇതിൽ പാടി പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ട് കൊണ്ടുവരിക കേട്ടോ. അല്ലെങ്കിൽ ഒരു പാട്ട് ഞാൻ ഇത് പാടാം വിചാരിച്ചിട്ട് അങ്ങനെ വരണമെന്നില്ല. ചിലപ്പോ അത് നമ്മള് പാടുമ്പോ അതേപോലെ വരണമെന്നില്ല, ആ CD-യിൽ കേൾക്കുന്ന പോലെ തന്നെ വരണമെന്നില്ല. അപ്പൊ 2-3 പാട്ടുകൾ പഠിച്ചു വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് നോക്കി സെലക്ട് ചെയ്യുക കേട്ടോ. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ നല്ല സെലക്ഷൻ ഉള്ള സോങ്ങുമായിട്ട് വരണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. സമീറ, എന്തോ ജഡ്ജ്മെന്റ്സ് ഒക്കെ കിട്ടി. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഞാനും ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത റൗണ്ടിൽ വരുമ്പോ ഞാൻ ഇത് ഓർത്ത് വെച്ച് ചോദിക്കും. സെലക്ഷൻ, ബാക്കി കാര്യങ്ങള്, ബ്രെത്ത്, പിന്നെ തുറന്നു പാടുക, ഡിക്ഷൻ, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഇതെല്ലാം ശ്രദ്ധിച്ചു വെച്ചിട്ട് അടുത്ത റൗണ്ടിൽ വരണം. ഇനി മാർക്സ് ചോദിക്കാം. അൽഫോൺസ് ഏട്ടാ. $6.5 out of 10. ഉദയാനിക്ക് ലക്ഷ. $7 out of 10. Sicily. $7 out of 10 again, and the total score is 20.5 out of 30. കുഴപ്പമില്ലാത്ത സ്കോറാണ്. എങ്കിലും സമയർക്ക് ഇതിലും കൂടുതൽ കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത റൗണ്ടിൽ എന്താണെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് ഈ കറക്ഷൻസ് എല്ലാം ക്ലിയർ ചെയ്താൽ തീർച്ചയായിട്ടും നല്ല സ്കോർ കിട്ടും. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് വരത്തില്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് പെർഫോമൻസസ്. പ്രാർത്ഥിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ സമീറ, താങ്ക് യു. വോയിസ് ഓഫ് ഫിറ്റ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസിനായി ലെറ്റ് മീ വെൽക്കം ജെയ്ഡൻ ഫിലിപ്പ്. ജെയ്ഡൻ, എന്തോ ഇതാരാ ഇത്? ഒന്ന് ശരിക്കും കാണട്ടെ ഞങ്ങൾ എല്ലാവരും. ജെയ്ഡന്റെ റൗണ്ട് ഞാൻ ഗസ് ചെയ്യട്ടെ. ഏതാണ്? ഏതായിരിക്കും? സെമി ക്ലാസിക്കലാണോ? സെമി ക്ലാസിക്കലാണ്. ആ, കണ്ടോ, കറക്റ്റ് ആയില്ലേ? കറക്റ്റ്. നല്ല സെമി ക്ലാസിക്കലിന് പറ്റിയ ഡ്രസ്സാണ്, നല്ല അറ്റയറാണ്. ആരാ ഇത് സെലക്ട് ചെയ്തേ? പേരൻസും ചേട്ടന്മാരും കൂടെ എല്ലാവരും തന്നെ ഫുൾ ഫാമിലിയാണ് ജെയ്ഡന്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തത്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഏത് പാട്ടാ പാടുന്നേ? കാവൽ വിളക്കേ കാരുണ്യരൂപനെ. കാവൽ വിളക്കേ കാരുണ്യരൂപനെ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? നല്ലായിട്ട് പ്രാക്ടീസ് ചെയ്തു. നല്ലായിട്ട് പ്രാക്ടീസ് ചെയ്തു. അത് മതി. നല്ലായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇത് മാത്രം മതി ഈ സ്റ്റേജിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട്. അപ്പൊ ജെയ്ഡൻ, ഓൾ ദ ബെസ്റ്റ്. നന്നായി പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. കാവൽ വിളക്കേ
സപ്തജീവനിൽ പറന്നിറങ്ങി താപസൂര്യനായിരിഞ്ഞു കത്തും ഹൃത്തിലെന്നു തിങ്കളായുദിക്കേണം. സപ്തജീവനിൽ പറന്നിറങ്ങി താപസൂര്യനായിരിഞ്ഞു കത്തും ഹൃത്തിലെന്നു തിങ്കളായുദിക്കേണം. ശ്രീയേശുവേ വിടരണമേ നറുപുഷ്പമായെന്നു പവനത്തിൽ. കണ്ണാണു നീ, കാതാണു നീ, കരളാണു നീ, എൻ മോഹ സ്വപ്നം. കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. കാണിക്കയായി എന്റെ ജീവിതം നൽകാം. കൂട്ടായി നീ എന്റെ കൂടെ വന്നിടേണേ. കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. ജയടൻകുട്ടാ, എന്തോ സെമി ക്ലാസിക്കൽ സോങ് ഭയങ്കര ഇതൊക്കെ ഒത്തിരി വാക്കുകളുണ്ടല്ലേ ഇതിൽ പറയാൻ. ഇത്രയും വാക്കുകൾ എങ്ങനെ കാണാതെ പഠിച്ചു? അത് അമ്മയുടെ കഴിവ് തന്നെയാണത് അല്ലേ? അമ്മ ഇത്രയും വാക്കുകൾ ഞാൻ ഓർത്തു. അയ്യോ, ഇങ്ങനെ 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 നിർത്താൻ ഒരു സ്പേസ് പോലും ഇല്ലാതെ വാക്കുകൾ ഇങ്ങനെ അടുപ്പിച്ചുണ്ട്. അപ്പം പ്രത്യേകിച്ച് ജയ്ഡൻ അത് പാടുമ്പോ ഞങ്ങൾക്ക് അതൊരു അയ്യോ കുട്ടി ഇത്രയും പഠിച്ചു പാടിയല്ലോ നിർത്തം. ഇനി ഈ പാട്ടൊക്കെ എങ്ങനെ പാടിയെന്ന് അറിയണ്ടേ? കറക്ഷൻസ് ഒക്കെ വേണ്ടേ? എന്നാലല്ലേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചോദിക്കാം, ജയ്ഡന്റെ പെർഫോമൻസിനെ കുറിച്ച് സിസിലി. ജയ്ഡൻ കുട്ട ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രസ്സിങ്ങിന് തന്നെ വലിയൊരു അപ്രീസിയേഷൻ തരുന്നു കേട്ടോ. നല്ല ഡ്രസ്സിങ്, നല്ല കോസ്റ്റ്യൂം, നല്ല ഗോൾഡൻ കളറൊക്കെ മോന്റെ കളർ പോലെ തന്നെ നല്ലതായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണോ ഒരു കോൺഫിഡൻസ് കൂടുതലുണ്ട് കേട്ടോ ഈ പാട്ട് പാടാൻ. ഇന്ന് മൊത്തത്തിൽ മോന്റെ ആറ്റിറ്റ്യൂഡിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. നല്ല കാര്യമാണ് കേട്ടോ. ഇത്രയും എന്താ പറയാ, മോന് പറ്റിയൊരു സോങ് സെലക്ഷൻ മോന്റെ വോയിസിനും മോന്റെ കാലിബറിനും ഒക്കെ അനുസരിച്ച് അവർ സെലക്ട് ചെയ്ത് തന്നു. എന്ന് വെച്ചാൽ മോന് പറ്റാത്തയോ അല്ലെങ്കിൽ മോന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പാട്ടുകളും തരാതെ നല്ല സോങ് സെലക്ഷൻ മോനത് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ആ കാരുണ്യ രൂപനയില്ലേ, അവിടെ കാരുണ്യ ഈ രൂപനെ പറയുമ്പം രൂപനെ അങ്ങനെ ആയി പോകുന്നുണ്ട് കേട്ടോ. ജീവ ആയി പോകുന്നുണ്ട് രൂപനെ കേട്ടോ. അതുപോലെ കൂടെ വന്നിടണമേ, കൂടെ ഒന്ന് പാടാമോ? കൂട്ടായി നീ എന്റെ കൂടെ വന്നിടേണേ. അത് ഇച്ചിരിയും കൂടെ ഒന്ന് ക്ലിയർ ആക്കാം കേട്ടോ. കൂടെ വന്നിടേണേ അച്ഛനെ കൂടെ ഒന്ന് ക്ലിയർ ആക്കാം. അനുപല്ലവിയിൽ അറിഞ്ഞിടാൻ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ടോ? എന്ത് നല്ല രസമായി വന്നു കേട്ടോ. നന്നായിട്ട് അവിടെ റീച്ച് ആയി ആ പോർഷൻ. അതുപോലെ ഹിന്ദോള സംഗീത ആ നോട്ട് എന്താ, അതൊന്ന് ആ ലൈൻ ഒന്ന് പാടിക്കേ. ശ്രീയേശുവേ ഹിന്ദോളമായി ഹിന്ദോളമായി. മോൻ പാടി ആ ചേഞ്ചസ് ക്ലിയർ ആയില്ല. അത് കഴിഞ്ഞിട്ട് സങ്കീർത്തനാലാപങ്ങളാലീരാപസാന്ദ്രം രാഗലയം. അത് തന്നെയാണ്. അത് ഫുൾ ആ ഒരു സ്ഥലത്തൊരു ഇച്ചിരി ഒരു ജേർക്ക് ഉണ്ട് മോൻ. അത് ഇച്ചിരി കൂടെ ഒന്ന് ഫ്ലോയിൽ വരായിരുന്നു കേട്ടോ. മോൻ മാക്സിമം ട്രൈ ചെയ്തു. മോൻ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ പാട്ട് പാടി. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ എന്റെ എൻഡിങ്ങിൽ ഒന്ന് പാടാമോ? കണ്ണാണു നീ, കാതാണു നീ, കരളാണു നീ, എൻ മോഹ സ്വപ്നം. ആ പോർഷൻ ഇച്ചിരി കൂടെ ഒന്ന് എത്താമായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ ഉള്ളു മോനെ. കാണിക്കയായി, അത് കഴിഞ്ഞ് ലാസ്റ്റ് പല്ലവിയിൽ ഒരു കാണിക്കയായി പാടിയില്ലേ, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കാണിക്കയായി ഞാൻ പാടിയത് നല്ല ഭംഗിയുണ്ട്. സോ താങ്ക് യു ജയ്ഡൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. ഉരുളിയാനിക്കലച്ച, ഈ ഉടുപ്പിട്ട് നിരത്തിരുന്ന് പാടണ്ടായിരുന്നല്ലേ? അല്ല, കയ്യെ കടിച്ച് ഇരുന്നില്ലെന്ന് മാത്രമല്ല മറ്റെല്ലാ ഭാവങ്ങളും മോൻ കൊണ്ടുവന്നു. ഉച്ചാരണമൊക്കെ വളരെ നന്നായി കേട്ടോ. താങ്ക് യു. നിന്റെ പ്രായത്തിലുള്ള കുട്ടികള് ഇങ്ങനെയൊന്നും ഉച്ചരിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളാണ്. പക്ഷെ മോനെ അത് വളരെ നന്നായിട്ട് ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. നല്ല ഡിക്ഷനാണ് അവന്റെ. അത് ഭാവിയിൽ നല്ല ഫ്യൂച്ചറിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ.
പിച്ചൊക്കെ വളരെ പരിശ്രമിച്ചെടുക്കുന്നതാണ്. ടോട്ടലി നന്നായിരുന്നു. മോന്റെ കഴിവില് മോൾ നന്നായിട്ട് പാടി. കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഷാർപ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. ഷാർപ്പ്, കാണിക്കയായ എന്നെ, യേശുദേവ, അറിഞ്ഞിടാൻ, ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് കേൾക്കുമ്പോ. അതൊക്കെ നമുക്ക് മറക്കാം മീൻസ് ഇപ്പൊ ഞങ്ങൾ മറക്കുന്നു, ഇനിയും പിടിക്കും വരുമ്പോ. ഓക്കെ അവനെ ട്രൈ. താങ്ക് യു അച്ഛ. അൽഫോൺസ് ചേട്ടാ. ഉസ്താദ് ജെയ്ഡൻ ഖാൻ, അടിപൊളി, നല്ല രസമായിരുന്നു. ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചു. വെച്ചാ ഈ ഉടുപ്പിട്ടിട്ട് ആദ്യം തന്നെ വരായിരുന്നില്ലേ എന്ന്. ആദ്യത്തെ ഈ ഉടുപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു വ്യത്യാസം വന്ന പോലെ. എന്താണ് അതിന്റെ പുറകില്? ഒന്നുമില്ല. മോനേക്കാൾ വലിയ പാട്ടാണ്. പക്ഷെ മോൻ അത് ട്രൈ ചെയ്തു, വളരെ നന്നായിട്ട് ട്രൈ ചെയ്തു. കുറെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ശ്രുതി വളരെ നന്നായിട്ട് ലയിച്ച് പാടുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആ താളത്തില് മോന് പാടാൻ പറ്റുന്നില്ല ചില ഭാഗങ്ങള്. പിന്നെ അപ്പൊ സ്പീഡിൽ പാടുമ്പോഴത്തേക്കും ആ സ്വരങ്ങളൊക്കെ മാറിപ്പോകുന്നു, വേറെ സ്വരങ്ങളൊക്കെ ആയി പോകുന്നു. അതിന്റെ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളാണ് വന്നത്. ഈ ഒരു പ്രായത്തില് എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും മോന്റെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമം ശരിക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടെ വന്നിടണേ അല്ലെ, പിന്നെ അറിഞ്ഞിടാൻ അനുപല്ലവിയില് എങ്ങനെയായിരുന്നത്? ഓക്കെ. ആ പിന്നെ ഹിന്ദോളമായി. അപ്പൊ അവിടെ അത് മോന്റെ പ്രശ്നമല്ല, എന്നാ വരികൾ പറയുന്നത്? ഹിന്ദോളമായി വരണം അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. അവിടെ ആ ഭാഗത്ത് മാത്രം ഹിന്ദോളം വന്നില്ല, ബാക്കി എല്ലായിടത്തും ഹിന്ദോളം ഉണ്ടായിരുന്നു. പിന്നെ കരളിലെ നീയൻ മോഹസ്വപ്നം. ഓക്കെ, കുഴപ്പമില്ല. ഇത് പറഞ്ഞെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കറക്ഷൻ ചെയ്യാനുള്ള കുറെ ഭാഗങ്ങളുണ്ട്. പക്ഷെ നല്ലൊരു പരിശ്രമമാണ് മോൻ ചെയ്തത്. ഞങ്ങൾ ഞെട്ടിപ്പോയി, ജെയ്ഡൻ ഇങ്ങനെ പാടുന്നു എന്നുള്ള രീതിയിലായിപ്പോയി. അപ്പോ ഇനിയും സാധ്യതകളുണ്ട് മോന്, ഇനിയും ഉയർന്നു വരാനും പല കാര്യങ്ങളും പരീക്ഷിക്കാനുള്ള സാധ്യതകൾ മോനിലുണ്ട്. അപ്പൊ അത് പതിയെ പതിയെ നോക്കുക. ഇപ്പൊ ഈ ഒരു റൗണ്ടില് ഇത് ഇച്ചിരി ഭാരം കൂടുതലായിരുന്നു, എന്നാലും ഒരു വിധത്തിലൊക്കെ എടുത്ത് പൊക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു പരിശ്രമത്തിന് ഞങ്ങള് വളരെയധികം നന്നായി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൺസ് ചേട്ടാ. ജെയ്ഡൻ ഹാപ്പി അല്ലേ? ഹാപ്പി. ജെയ്ഡന്റെ ഈ ഒരു എഫേർട്ടിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു അല്ലേ? ജഡ്ജസ് എല്ലാവരും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ എടുത്ത് തീർച്ചയായും ജെയ്ഡന്റെ ഹാർഡ് വർക്ക്, ജെയ്ഡന്റെ പാരന്റ്സിന്റെ ഹാർഡ് വർക്ക് എല്ലാം ഇതിന്റെ പിന്നിലുണ്ടെന്ന് അറിയാം. കീപ് അപ്പ്. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യണ്ടേ? മാർക്സ് വെരി ഇമ്പോർട്ടന്റ്. ചോദിക്കാം നമുക്ക്. സിസ്ലി, ഔട്ട് ഓഫ് 10 ജെയ്ഡന്റെ ഇന്നത്തെ സ്കോർ? Seven out of 10. Thank you. Brilliant, Laksha. $7.5 out of 10. Alfonseta? Seven out of 10, and the total score is 21.5 out of 30. Thank you. കഴിഞ്ഞ റൗണ്ടിൽ എത്ര സ്കോർ ഉണ്ടായിരുന്നു ചേട്ടന്? 21. 21. അപ്പൊ 21.5. ഇനി അടുത്ത റൗണ്ടില് 22. കണ്ടോ, ഇപ്പോഴേ ഒന്ന് ഫിക്സ് ചെയ്തിട്ടോ. തീർച്ചയായിട്ടും ചേട്ടനെ കൊണ്ട് പറ്റും. 22ഓ 23ഓ 25 വരെ പിടിക്കാം. കിട്ടില്ലേ? ട്രൈ ചെയ്യില്ലേ? 25 നമ്മൾ ഫുൾ മാർക്കിന് ട്രൈ ചെയ്താലേ നമുക്ക് അത്രയും കിട്ടത്തുള്ളൂ. അപ്പൊ ജെയ്ഡൻ നല്ല പോസിറ്റീവായിട്ട് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതിനുള്ള എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ പെർഫോമൻസിലൂടെ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ എഫേർട്ട് എല്ലാം കീപ് അപ്പ് ചെയ്യുക. ഇന്ന് ഈ സ്റ്റേജിൽ കാഴ്ചവെച്ച ഇംപ്രൂവ്മെന്റിന് കൺഗ്രാറ്റുലേഷൻ. നെക്സ്റ്റ് റൗണ്ടിൽ ഈ പറഞ്ഞ പോലെ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വരണം. ഓക്കെ ജെയ്ഡൻ?
അങ്ങനെ ഇന്നത്തെ 3 പെർഫോമൻസസും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ജെയ്ഡൻ, ഇനി എന്താ ഉള്ളേ? ക്വിസ്. മ്യൂസിക് ക്വിസ് ആണ് അടുത്ത സെഗ്മെന്റ്. അതിനു വേണ്ടിയിട്ട് മറ്റു 2 കണ്ടസ്റ്റന്റ്സിനെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു. സമീറ ഡേവിസ് ആൻഡ് സേബ ടോമി. സേബ, സമീറ, ജെയ്ഡൻ റെഡിയല്ലേ? റെഡിയാണ്. ഇഷ്ടമാണോ ഈ റൗണ്ട്? എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള റൗണ്ടാ. ഏറ്റവും ഇഷ്ടമുള്ള റൗണ്ടാണ്. അന്ന് പിന്നെ ആദ്യത്തെ ചോദ്യം ജെയ്ഡനോട് തന്നെ ചോദിക്കാം. സോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാൻ അധികം വൈകാതെ ജെയ്ഡനുള്ള ക്വസ്റ്റ്യൻ. അൽഫോൺസേട്ടാ. ജെയ്ഡൻ, ഇന്ന് ജുബ്ബയൊക്കെ ഇട്ട് വന്നിട്ടില്ലല്ലേ? നല്ലൊരു ചോദ്യം തന്നെ ചോദിക്കാം. റെഡിയാണോ? റെഡിയാണ്. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഓക്കെ. ബൈബിളില് പഴയ നിയമത്തില് ദാവീദിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ദാവീദ് ഒരു സംഗീത ഉപകരണം വായിച്ചപ്പോൾ ദുരാത്മാവ് സാവൂളിനെ വിട്ടുപോയി എന്ന് പറയുന്നത് അല്ലേ? അത് എന്ത് ഉപകരണമാണെന്നാണ് ചോദ്യം. അതിന്റെ ഓപ്ഷൻസ് പറയാം. 1 ഗിറ്റാറ്, 2 ബാൻജോ, 3 ഹാർപ്പ്. ഹാർപ്പ്. ഓക്കെ, വെരി ഗുഡ്. റൈറ്റ് ആൻസർ. ഓപ്ഷൻസ് ഒന്നും വേണ്ട, പറഞ്ഞില്ലേ ജെയ്ഡന് ഏറ്റവും ഇഷ്ടമുള്ള റൗണ്ടാ ഇത്. ഓക്കെ ജെയ്ഡന് കിട്ടിയിരിക്കുന്നു 1 പോയിന്റ്. ഇനി അടുത്തത് സമീറയ്ക്കുള്ള ചോദ്യമാണ്. ഉരുളിയാനിക്കലച്ച. സമീറ, സിമ്പിൾ ചോദ്യം. കാവൽ മാലാഖമാരെ എന്ന പാട്ടുണ്ടല്ലോ, അറിയാമോ നമ്മൾക്ക്? പഠിക്കും. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. ആരാണ് ഈ പാട്ട് പാടിയത്? ഓപ്ഷൻസ് ആണ്: മിൻമിനി, സുജാത, ചിത്ര. സുജാത. കറക്റ്റ്. റൈറ്റ് ആൻസർ. സമീറയ്ക്ക് കിട്ടിയിരിക്കുന്നു 1 പോയിന്റ്. ഇനി സേബ. പാവനരാ ആട്ടിടയാ പാദകാസുരനാഥാ, പാവങ്ങൾ ഞങ്ങളാശ്വസിക്കട്ടെ ദൈവനിൻ തിരുസന്നിധിയിൽ. ഈ പാട്ട് 2 സിംഗേഴ്സ് ആണ് പാടിയിരിക്കുന്നത്. ഒരു ഫിലിം സോങ് ആണ്, ഫിലിം ഡിവോഷണൽ സോങ് ആണ്. 2 സിംഗേഴ്സ് കൂടിയാണ് പാടിയിരിക്കുന്നത്. 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണെന്ന് ചൂസ് ചെയ്യാം. ഓപ്ഷൻ എ എസ് ജാനകി ആൻഡ് പി സുശീല, ഓപ്ഷൻ ബി എസ് ജാനകി ആൻഡ് പി ലീല, ഓപ്ഷൻ സി എസ് ജാനകി ആൻഡ് ബി വസന്ത. ഓപ്ഷൻ എ ആരാ? എസ് ജാനകി, പി സുശീല. ഓക്കെ. ജെയ്ഡൻ? ഓപ്ഷൻ ബി. ഓപ്ഷൻ എ ആവുമ്പോ ഓപ്ഷൻ ബി ആയിരിക്കുമല്ലോ. ആരാ? എസ് ജാനകി, പി ലീല. ഓക്കെ. രണ്ടുപേരും തെറ്റ് ഉത്തരവാണ് പറഞ്ഞത്. ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ. ആ ഓപ്ഷനാ കറക്റ്റ് ആയിട്ടുള്ളത്. എസ് ജാനകി ആൻഡ് ബി വസന്തയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കേട്ടോ? അപ്പം സേബയുടെ ചാൻസ് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ജെയ്ഡനും സമീറയ്ക്കും 2 പേർക്കും ഓരോ പോയിന്റ് വെച്ച് കിട്ടിയിട്ടുണ്ട്. സമീറ ആൻഡ് ജെയ്ഡൻ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ആ ക്വസ്റ്റ്യന് ആരാണ് ആദ്യം ആൻസർ പറയുന്നത് അവർക്കായിരിക്കും ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഫോർ ദ മ്യൂസിക് ക്വിസ്. ഉരുളിയാനിക്കലച്ച. സൈലന്റ് ആയിട്ടുള്ള പാട്ട് ഇടുന്നുണ്ടോ? ഈ പാട്ട് ലോകം മുഴുവൻ പാടുന്ന പാട്ട് അല്ലേ? ലോകത്തിലെ എല്ലാ ഭാഷയിലും ഈ പാട്ടുണ്ട്. മലയാളത്തിലെ ശാന്തരാത്രി എന്ന പാട്ട്. ചോദ്യം ഇതാണ്: ഏത് ഭാഷയിലാണ്, ഏത് ലാംഗ്വേജിലാണ് ആദ്യമായി ഈ പാട്ട് ഇറങ്ങിയത്? ഓപ്ഷൻസ് 3: ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ജർമ്മൻ. കറക്റ്റ്. റൈറ്റ് ആൻസർ. ജെയ്ഡൻ, ആദ്യം ഏറ്റവും ഇഷ്ടമുള്ള റൗണ്ടാന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും ജെയ്ഡൻ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ ഇന്ന് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ടല്ലേ? ലാസ്റ്റത്തെ ആ ടൈ ബ്രേക്കറും
അതിനും വിൻ ചെയ്തു. ആദ്യത്തെ ക്വസ്റ്റിനും പെട്ടെന്ന് ആൻസർ പറഞ്ഞു. സോ വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു മ്യൂസിക് ക്വിസിലും. അപ്പൊ ഇന്ന് ടോട്ടലി ജെയ്ഡൻ ഓവറോൾ മാൻ ഓഫ് ദി മാച്ച് ആണ്. അപ്പൊ ഇന്ന് പ്രൈസ് വേണ്ടേ? പ്രൈസ് വേണം, ഷുവർ ആയിട്ടും വേണം. അപ്പൊ സ്പെഷ്യൽ മെമെന്റോ ഉണ്ട്. സ്പെഷ്യൽ മെമെന്റോ ജെയ്ഡനായി തരുന്നു സിസിലി എബ്രഹാം. ജെയ്ഡൻ സന്തോഷായോ? സന്തോഷായി അല്ലേ? അപ്പൊ എനിവേസ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. മ്യൂസിക് ഫെസ്റ്റ് അങ്ങനെ തീർന്നിരിക്കുകയാണ്. അപ്പൊ ടോട്ടലി നമ്മുടെ പെർഫോമൻസസ് കഴിഞ്ഞു, മ്യൂസിക് ഫെസ്റ്റ് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല പെർഫോമൻസസ് കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിൽ മനോഹരങ്ങള ഗായനങ്ങളുമായി ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഭയങ്കര ഹംബിൾനെസ് ആയിട്ട് ഒരു ഭയങ്കര ഭവ്യത, അമ്മ മാതാവിനോടുള്ള ഭക്തി ആ ഒരു റിഫ്ലക്ട് ചെയ്തു മോളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലും എന്താ പറയാ ബോഡി ലാംഗ്വേജിലും എല്ലാം. ഭയങ്കരമായൊരു അടപ്പ് സ്വരത്തിന് ഫീൽ ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് പാടുമ്പോഴൊക്കെ. അത് കുറെ സംഗതികളിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്ത് പറ്റി ഞങ്ങളുടെ ജന്മകുട്ടിക്ക്? ഇങ്ങനെയല്ലായിരുന്നല്ലോ. സുഗന്ധവാഹിനിയമ്മേ നിൻ സുതനേ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനിയമ്മേ നിൻ സുതനേ വാഴ്ത്തുന്നു, സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനേ വാഴ്ത്തുന്നു, സുഹൃതങ്ങൾ